പാതിരാത്രി അതിജീവിതയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തി ആക്രമിച്ച് ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മാള പോലീസ് പ്രതി ചേർത്ത അനീഷിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി ചാലക്കുടി അതിവേഗ കോടതി വെറുതെ വിട്ടു. 2022 ജൂലൈ 27 കേസിനാസ്പദമായ സംഭവം നടന്നതെന്നാണ് മാള പോലീസ് ഫയൽ ചെയ്ത കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. തെളിവുകളുടെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടിയാണ് കോടതി അനീഷിനെ വെറുതെ വിട്ടത്. അതിജീവിതയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തി ആക്രമിച്ച് ബലാത്സംഗം ചെയ്തെന്ന കേസിൽ പ്രതി ബൈക്കിൽ സ്ഥലത്തെത്തി കുറ്റം ചെയ്തതാണെന്നും CCTV ദൃശ്യങ്ങൾ ലഭ്യമാണെന്നുമായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. എന്നാൽ ഇത്തരം ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. അതിജീവിതയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകൾ ചതഞ്ഞ മുറിവുകളാണെന്നും മൂർച്ചയേറിയ കത്തിയാൽ ഇത്തരം പരിക്കുകൾ ഉണ്ടാകാൻ ഇടയില്ലെന്നും ഡോക്ടർമാർ മൊഴി നൽകി. അതേസമയം മുൻപരിചയമില്ലാത്ത പ്രതിയെ തിരിച്ചറിയുന്നതിനായി നിർബന്ധമായ ഐഡന്റിഫിക്കേഷൻ പരേഡ് പോലീസ് നടത്തിയിരുന്നില്ല. പ്രതിയുടെ കുറ്റസമ്മതപ്രകാരം കണ്ടെത്തിയതായി പോലീസ് ഹാജരാക്കിയ കത്തി സ്റ്റീൽ നിറത്തിലായിരുന്നു. എന്നാൽ റിപ്പോർട്ടുകളിൽ പരാമർശിച്ചിരുന്നത് സിൽവർ വെളുത്ത നിറത്തിലുള്ള കത്തിയും സംഭവ സമയത്ത് മഴയുണ്ടായിരുന്നുവെന്നും പ്രതി ഗ്രേ നിറത്തിലുള്ള മഴക്കോട്ടും പാൻറ്റും ധരിച്ചിരുന്നതായും അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും പോലീസ് ഹാജരാക്കിയ മഴക്കോട്ടും പാൻറ്റും കറുപ്പ് നിറത്തിലായിരുന്നു. ഇത്തരം വൈരുദ്ധ്യങ്ങളും തെളിവുകളുടെ അപര്യാപ്തതയും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിയെ സംശയാതീതമായി കുറ്റക്കാരനെന്ന് തെളിയിക്കാൻ കഴിയില്ലെന്ന് കോടതി വിലയിരുത്തിയതെന്ന് അഭിഭാഷകൻ സ്റ്റാൻലി എടാട്ടുകാരൻ പറഞ്ഞു. ഈ ഷാർപ്പ് എഡ്ജഡ് വെപ്പൺ കൊണ്ട്, മൂർച്ചയുള്ള ഈ ആയുധം കൊണ്ട് ഒരു ലാസറേറ്റഡ് ഇഞ്ചുറി, അതായത് ചതഞ്ഞ മുറിവ് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് 2 ഡോക്ടർമാർ വന്ന് കോടതിയിൽ മൊഴി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ പ്രതി ഉപയോഗിച്ചെന്ന് പറയുന്ന ബൈക്ക്, അതിൻ്റെ യഥാർത്ഥ ഉടമ കൃത്യദിവസം ആരുടേതായിരുന്നുവെന്ന് തൃശ്ശൂർ RTO വന്ന് മൊഴി പറഞ്ഞെങ്കിലും ആ കൃത്യദിവസം ആരുടേതായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും ഈ പ്രതി ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം, അതുപോലെ തന്നെ അന്വേഷണത്തിലെ പാളിച്ചകൾ, ഇതൊക്കെ പ്രതി നിരപരാധിയാണെന്നുള്ള നിഗമനത്തിൽ ബഹുമാനപ്പെട്ട കോടതി എത്തുകയായിരുന്നു. ഇത്തരം ഗൗരവമാർന്ന കേസുകളിൽ കുറച്ചുകൂടി വ്യക്തമായ അന്വേഷണം തന്നെയാണ് ആവശ്യം. ഒരു ഐഡൻറ്റിഫിക്കേഷൻ മുൻകൂർ പരിചയമില്ല പ്രതിയെ, ആദ്യമായിട്ട് അന്ന് രാത്രിയിൽ കണ്ടു എന്നാണ് അതിജീവിത പറഞ്ഞത്. അങ്ങനെയുള്ള കേസുകളിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് ഒക്കെ ആവശ്യമാണ്. മാള SHO സജിൻ ശശിയാണ് കേസ് അന്വേഷിച്ചത്. പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ സ്റ്റാൻലി എടാട്ടുകാരനൊപ്പം ML വർഗീസ്, P പ്രശാന്ത്, സേവ്യർ റെജോ, ദീപ ബേബിരാജ്, അഞ്ജിത റെജോ എന്നിവർ ഹാജരായി. മീഡിയ ടൈം, മാള.